ഗാസയിൽ ഇസ്രയേൽ നരനായാട്ട് രൂക്ഷമായി തുടരുകയാണ്. ഗാസ സിറ്റിയിലെ ഫുട്ബോൾ അക്കാദമിയിലെ 10 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത്. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള കരയുദ്ധം ഇന്നലെ മുതൽക്കാണ് ഇസ്രയേൽ ശക്തമാക്കിയത്. ഇതിനോടകം 3.5 ലക്ഷത്തിലേറെ മനുഷ്യരാണ് ഗാസ നഗരത്തിൽ നിന്നും പലായനം ചെയ്തത്. ഫൈസൽ ഹംസ വിവരങ്ങളുമായി. ഫൈസൽ, ഗാസയിൽ നിന്നുള്ള കൂട്ടക്കുരുതിയുടെയും പട്ടിണിയുടെയും വാർത്തകളാണ് ദിവസവും. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? കുഞ്ഞുങ്ങളടക്കം ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അല്ലേ? തീർച്ചയായും സ്മൃതി, ഗാസ മുനമ്പിലെ ആകെ ജനസംഖ്യയുടെ 1/3 ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഗാസ സിറ്റി. ഈ ഗാസ സിറ്റി പൂർണ്ണമായും പിടിച്ചടക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നെതന്യാഹു നടത്തുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ ഇന്നലെ കുറിച്ചത് ഗാസ കത്തുന്നു എന്നുള്ളതാണ്. അതായത് ഗാസയിലേക്ക് കരയുദ്ധം കൂടി വ്യാപിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടുത്ത വ്യോമാക്രമണം ഗാസ സിറ്റിക്ക് മുകളിലുണ്ടായിരുന്നു. അതായത് 8 ലക്ഷത്തോളം ജനങ്ങളാണ് ഈ ആക്രമണം 2023 ഇസ്രായേൽ തുടങ്ങുമ്പോൾ ഈ ഗാസ സിറ്റിയിൽ മാത്രമുണ്ടായിരുന്നത്. അത് ഏതാണ്ട് ഇപ്പോൾ 6 ലക്ഷമായിരിക്കുന്നു. ഇതിൽ 3.5 ലക്ഷത്തിലേറെ ജനങ്ങൾ ഇപ്പോൾ പലായനം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതായത് വടക്കൻ ഗസയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുക എന്ന ഇസ്രായേലിൻ്റെ പദ്ധതിയുടെ ഭാഗമാണിത്. മുഴുവൻ ആളുകളെയും തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യിക്കുക, മാറ്റുക എന്നുള്ളതാണ്, ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. പക്ഷേ അപ്പോൾ പോലും മനുഷ്യൻ്റെ ജീവന് ഒരു ഉറപ്പുമില്ല. നമുക്കറിയാം, ഈ തരത്തിൽ വടക്കൻ ഗാസയിൽ നിന്നും പലായനം ചെയ്ത് ജീവനും കൊണ്ടോടി എത്തിയവർക്ക് നേരെ കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേൽ കടുത്ത വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള അഭയാർത്ഥി ക്യാമ്പുകൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാലും ആക്രമണം നേരിടേണ്ടി വരും, ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭീതിയിൽ തന്നെയാണ് ജനങ്ങൾ. മാത്രമല്ല, ഇവർക്കൊന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് പോലെ ഒഴിഞ്ഞു പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാലങ്ങളായി പട്ടിണിയിലാണ് ഈ ജനത. അവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം പട്ടിണി കൊണ്ട് മരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഈ 2 വർഷമായി തുടരുന്ന ആക്രമണത്തിൽ പരിക്ക് പറ്റിയവരാണ് ഗാസ സിറ്റിയിലെ വലിയ ഒരു വിഭാഗം ജനങ്ങളും. അവരുടെ കുടുംബാംഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ട്, അംഗഭംഗം സംഭവിച്ചിട്ടുണ്ട്. ഈ മനുഷ്യരെയൊക്കെ കൊണ്ട് എങ്ങനെയാണ് ഇവർ പലായനം ചെയ്യുക എന്നുള്ളത് മനുഷ്യ മനസ്സാക്ഷിക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. മാത്രമല്ല, നമുക്കറിയാം, ഇന്ധനമില്ലാതെ ഗാസ വലയുകയാണ്. ഈ കഴുതപ്പുറത്തും മറ്റുമൊക്കെയാണ് ആളുകൾ പലായനം ചെയ്യുന്നത്. ഇങ്ങനെ പലായനം ചെയ്യുന്നവരെ ഈ ഗ്രൗണ്ട് ഓപ്പറേഷനിലൂടെ അല്ലെങ്കിൽ കരയുദ്ധത്തിലൂടെ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങൾ അതീവ ദുഷ്കരമായിരിക്കുന്നു, അതീവ ദുരന്തമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അൽ ജസീറ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത പ്രകാരം ഈ ഗാസ സിറ്റിയിലെ ഒരു ഫുട്ബോൾ അക്കാദമിയിലെ 10 കുട്ടികളാണ് ഈ ആക്രമണത്തിന് ശേഷം കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ്. ഇങ്ങനെ പട്ടിണി കൊണ്ടൊരു ഭാഗത്ത് മരിക്കുന്നു, മറുഭാഗത്ത് വ്യോമാക്രമണത്തിലൂടെ നിരന്തരം മനുഷ്യർ കൊല്ലപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ രക്ഷപ്പെട്ടോടുന്നവരെ ടാങ്കറുകളും തോക്കുകളും ഉപയോഗിച്ച് സൈന്യം നേരിടുന്നു. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ആക്രമണം നടക്കുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഇതിനെയെല്ലാം ആസ്വദിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് ട്വിറ്ററിൽ എക്സിൽ കുറിക്കുന്നത് ഗാസ കത്തുകയാണ് എന്നുള്ളത്. ഇത് വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് സ്മൃതി.